നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എങ്ങനെ വിശേഷിപ്പിക്കണം മുംബൈ ഇന്ത്യൻസിൻ്റെ ഗംഭീര വിജയത്തെ? ആദ്യ മത്സരങ്ങൾ പരാജയപ്പെടുന്നു, ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റേ തുടങ്ങാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കലുകൾ ഒരുപാട് കേട്ടതാണ്. ഇതാ ഗംഭീര വിജയം KKRനെ മുക്കിയിരിക്കുകയാണ്. എന്തൊരു ഇന്നിങ്സാണ് റിയാൻ റിക്കിൾട്ടനും രോഹിത് ശർമ്മയും ചേർന്ന് കാഴ്ചവെച്ചത്. അതിൻ്റെ ബലത്തിൽ തന്നെയാണ് 220 എന്ന വമ്പൻ സ്കോർ ഉണ്ടായിട്ടും അനായാസം മുംബൈ ഇന്ത്യൻസ് വിജയിച്ച് കയറിയത്. ഇവിടെ ഇത് മുംബൈ ഇന്ത്യൻസിൻ്റെ ഏറ്റവും ഉയർന്ന ചേസിംഗ് ആണ് എന്ന കാര്യം കൂടി നോക്കുക. നിശ്ചിത 20 ഓവറുകളിൽ ആദ്യം ബാറ്റ് ചെയ്ത KKR എടുത്തത് 220 റൺസാണ്. 4 വിക്കറ്റ് നഷ്ടത്തിൽ 19.1 ഓവറുകളിൽ 4 വിക്കറ്റിന് 224ലേക്ക് കുതിച്ചെത്തിക്കൊണ്ട് 6 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നത്. വെടിക്കെട്ട് പൊടിപൂരമായിരുന്നു. രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. രണ്ടുപേരും ചേർന്നുകൊണ്ട് 12ാമത്തെ ഓവറാകുമ്പോഴേക്കും 148ലേക്ക് എത്തിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രോഹിത് ശർമ്മ മടങ്ങുന്നത്. രോഹിത് 38 പന്തിൽ നിന്ന് 78 റൺസാണ് അടിച്ചത്. റിക്കിൾട്ടൻ 43 പന്തിൽ നിന്ന് 81 റൺസ് അടിച്ച് ദൗർഭാഗ്യകരമാവണ്ണം റൺഔട്ട് ആവുകയായിരുന്നു. ഏതായാലും കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത KKRന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയത് അജിങ്ക്യ രഹാനെയും ഫിൻ അലനും അങ്കരീഷ് രഘുവൻഷിയും പിന്നെ റിങ്കു സിംഗുമായിരുന്നു. രഹാനെ 40 പന്തിൽ നിന്ന് 3 4ഉം 5 6ഉം അടക്കം 67 റൺസ് അടിച്ചപ്പോൾ സഹ ഓപ്പണർ ഫിനാലൻ 17 പന്തിൽ നിന്ന് 37 റൺസാണ് അടിച്ചത്. 6 4ഉം 2 6ഉം ആ ബാറ്റിൽ നിന്ന് വന്നു. ക്യാമറൺ ഗ്രീൻ 10 പന്തിൽ നിന്ന് 1 4ഉം 1 6ഉം അടക്കം 18 റൺസ് അടിച്ചപ്പോൾ രഘുവൻഷി 29 പന്തിൽ നിന്ന് 6 4ഉം 2 6ഉം അടക്കം 51 റൺസിൻ്റെ അതിഗംഭീരമായൊരു ഇന്നിങ്സ് കളിച്ചു. റിങ്കു ഫിനിഷിംഗ് ടച്ച് കൊടുത്തു. 21 പന്തുകൾ 4 4ൻ്റെ സഹായത്തോടെ 33 റൺസ് അടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. 3 വിക്കറ്റ് ഷാർദുൽ താക്കൂർ എടുത്തു. 4 ഓവറിൽ 39 റൺസിനാണ് അദ്ദേഹം 3 വിക്കറ്റുകൾ വീഴ്ത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ 221 വിജയലക്ഷ്യം. ഒട്ടും പതറാതെ ആഞ്ഞടിക്കുന്ന റിയാൻ റിക്കിൾട്ടനും രോഹിത് ശർമ്മയും. റിക്കിൾട്ടൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു 43 പന്തിൽ 81 റൺസ് അടിച്ചിട്ടാണ് മടങ്ങുന്നത്. അദ്ദേഹം സെഞ്ചുറിയിലേക്ക് പോകുമെന്ന് കരുതി, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റൺഔട്ടായി. ബ്ലെസ്സിംഗ് മുസറബാനി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ടായിരുന്നു. അത് മനഃപൂർവ്വം തടഞ്ഞൊന്നുമല്ല. മുസറബാനിയെ റൗണ്ട് ചെയ്ത് ക്രീസിലേക്ക് എത്താൻ റിക്കിൾട്ടന് കഴിഞ്ഞില്ല. 8 4ഉം 4 6ഉം അടക്കം 188.37 സ്ട്രൈക്ക് റേറ്റിൽ 81 റൺസ്. രോഹിത് വൈഭവ് അറോറയുടെ പന്തിൽ അനുകൂൽ റോയ് പിടിച്ച് പുറത്താവുകയായിരുന്നു. 38 പന്തിൽ 6 4ഉം 6 6ഉം 205.26 സ്ട്രൈക്ക് റേറ്റ് 78 റൺസാണ് ആ ബാറ്റിൽ വന്നത്. സൂര്യകുമാർ യാദവ് 8 പന്തുകളിൽ നിന്ന് 3 4 സഹായത്തോടെ 16 റൺസ് അടിച്ച് മടങ്ങിപ്പോയപ്പോൾ തിലക് 14 പന്തിൽ നിന്ന് 20 റൺസാണ്. അവസാനമാണ് അദ്ദേഹം വീഴുന്നത്. 4 4 ആ ബാറ്റിൽ വന്നു. ഹാർദിക് 11 പന്തിൽ നിന്ന് 18 റൺസുമായിട്ടും നമാന്തിർ 2 പന്തിൽ നിന്ന് 5 റൺസുമായിട്ടും പുറത്താകാതെ ഗംഭീര വിജയത്തോടുകൂടി ദൈവത്തിൻ്റെ പോരാളികൾ ഇതാ തുടക്കമിട്ടിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.